ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതിനായി ഒരു മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇളം ചക്കയുടെ കുരുവാണ്. അതുകൊണ്ട് നമുക്ക് കറിയിലിട്ട് തന്നെ ഇത് തൊട്ടാൽ നല്ലപോലെ മുക്കാത്ത ചക്കക്കുരുവാണ്. ഈ മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. പിന്നെ അരപ്പിന് തേങ്ങ, 2 കുഞ്ഞുള്ളി, 2 വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ലാസ്റ്റ് താളിക്കുന്നതിനായി ഒരു ചുമന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, 2 ഉണക്കമുളക്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. കറി ഉണ്ടാക്കുന്നതിനായി സ്റ്റൗ ഒന്ന് കത്തി. നാടൻ രീതിയിലുള്ള മാങ്ങ, മുരിങ്ങയ്ക്ക, ചക്കക്കുരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഒഴിച്ചെറിയായി ഉപയോഗിക്കാം നമുക്ക്. പാത്രത്തിലോട്ട് ചക്കക്കുരു ഇടാം. ഇത് അധികം വേവില്ലാത്ത ചക്കക്കുരുവാണ്. എൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക്, വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർക്കാം. വെള്ളം മുങ്ങി കിടക്കട്ടെ. അതിലേക്ക് ഏകദേശം ഈ സ്പൂണിൽ 1 സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വരട്ടെ. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. ചക്കക്കുരുവൊക്കെ ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. സമയം നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഒക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് 2 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, തേങ്ങ, തിരുമ്മിയെടുത്ത തേങ്ങയും കൂടി ചേർക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. മിക്സിയുടെ ജാറിൽ മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടുപ്പ് തുറക്കാം. കറിയെല്ലാം വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പൊന്ന് നോക്കാം.
പാത്രത്തിന് ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുക. ഒന്ന് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കും. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെക്കേണ്ട, എല്ലാം വെന്തിട്ടുണ്ട്. മുരിങ്ങക്കോലും ഇനി ഒരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അരപ്പ് ചേർത്ത് കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കടുക് വറുത്ത് ചേർക്കാം. കടുക് വറുക്കുന്നതിനായി നമുക്ക് ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത്, ചുമന്ന മുളക് കീറിയത്, കറിവേപ്പിലയും നമുക്കത് കറിയിലോട്ട് ചേർക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പ് തുറന്ന് നമുക്ക് കറിയിലോട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്വാദുള്ള നാടൻ മാങ്ങ മുരിങ്ങയ്ക്ക ചക്കക്കുരു കറി റെഡി. ഒഴിച്ചു കറി ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല മണം വരുന്നുണ്ട്. നാടൻ മുരിങ്ങയ്ക്ക മാങ്ങ ഒഴിച്ചു കറി. കറിയെല്ലാം ഒരു ബൗളിലോട്ട് നമ്മൾ മാറ്റി.